Hello all, welcome to Mona Lisa Crochet. Crocheting is something which keeps me alive and happy. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. I do a lot of artwork, but still crochet is something which always helps me overcome the mundanity of my life. ഞാൻ 30 വർഷങ്ങളായി ക്രോഷേ ചെയ്യും. ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ ലവ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ക്രോഷേ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, then why not share it with a group of people who are interested? So when I started crochet 30 years back, crochet ഇത്ര കണ്ട് പ്രസിദ്ധമായിരുന്നില്ല. അത് നിറ്റിങ്ങും ക്രോഷറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം പോലും നമ്മൾ അത്ര കാര്യമായി കാണുന്ന ഒരു സമയം ആയിരുന്നില്ല അന്ന്. പക്ഷേ ഇന്നങ്ങനെയല്ല. there is a lot of awareness about crochet. People love crocheting. And this reminds me of a quote. If you feel that chocolate is addictive, then you should try crocheting, because it is even more addictive. നിങ്ങൾ ആ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് യു ഗെറ്റ് ഇൻ ടു എ വെരി മാജിക്കൽ റെലം. യു ക്യാൻ വീവ് യുവർ ഓൺ ടേപ്പസ്ട്രി. ഒരു ചിലന്തിയെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ മാന്ത്രിക ലോകം നെയ്തെടുക്കാൻ സാധിക്കും. അത് ഇനി ഒരു ആപ്ലിക് വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആമിഗ്യുറിമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ റണ്ണറോ എന്തുമായിക്കോട്ടെ. പക്ഷേ നമ്മൾ പറയില്ലേ, ദ ജേർണി ഓഫ് 1000 miles സ്റ്റാർട്ട്സ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്ന്. സോ ആൻഡ് യു വിൽ ബി ഏബിൾ ടു എൻജോയ് എ ലോട്ട്. ഡിസൈൻസ് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ. ഇനി നമുക്ക് ക്രോഷേ ചെയ്യാൻ പഠിച്ചാലോ? നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിക്കാം. ക്രോഷേൻ്റെ ബേസിക്സ് ആണ്, ഫണ്ടമെൻ്റലാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് അതിലേക്ക് നീഡിലിട്ട് നമ്മൾ പതിയെ ഒരു ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. സോ നിങ്ങൾ പതുക്കെ ഇത് ചെയ്ത് നോക്കണം. ഇത് ഏറ്റവും പെർഫെക്റ്റായി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഒരു വീടിന് അതിൻ്റെ അടിത്തറ എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് ക്രോഷറ്റിങ്ങിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടാമെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു റൗണ്ട് ചെയ്യാമെന്ന് പഠിച്ചാലോ? നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഇടുകയാണ്. 4 സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് നീഡിൽ കൊണ്ടുപോയി ടൈറ്റ് ചെയ്തതിന് ശേഷം 3 ലൂപ്പ് വരും. അപ്പം നമ്മൾ 3നെ 2 ആക്കുക, പിന്നീട് 2നെ നമ്മൾ 1 ആക്കുക. ഓക്കെ, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഒരിക്കലും കൂടി നമ്മൾ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. ക്രോഷേ എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ പോലെയാണ്. നമ്മൾ മെഡിറ്റേഷൻ എത്ര കോൺസെൻട്രേഷൻ ആണോ ഡിമാൻഡ് ചെയ്യുന്നത്, അത്ര തന്നെ കോൺസെൻട്രേഷൻ ക്രോഷേ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു താളത്തിൽ നമ്മൾ ചെയ്തു പോകേണ്ട ഒരു പ്രക്രിയയാണ്. ആദ്യം നമ്മൾ 4 ചെയിൻ എടുക്കുന്നു, എന്നിട്ട് തുടങ്ങിയ അടുത്ത് നീഡിൽ കൊണ്ടുപോയി ടൈറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് 3 ലൂപ്പ് കിട്ടുന്നു. 3നെ 2 ആക്കുന്നു, 2നെ 1 ആക്കുന്നു. മനസ്സിലായോ? 4 3 2 1. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്.
ചിലവർക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു തൊപ്പി പോലെ, കുറച്ചും കൂടി വലിയ സർക്കിൾ ചെയ്യുമ്പോൾ ഒരു തൊപ്പി പോലെ ആവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് ശരിയല്ലാത്തത് കൊണ്ടാണ്. സോ എപ്പോഴും നിങ്ങൾ ഈ കണക്ക് ഓർക്കാൻ ശ്രമിക്കുക. 4 3 2 1. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയുള്ള ഒരു സർക്കിൾ കിട്ടൂ. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൃത്തം എന്താണ്? സെൻറ്ററിൽ നിന്ന് എവിടേക്ക് വരച്ചാലും അത് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തു. സോ അറ്റ് ദി എൻഡ് നമുക്ക് ഇതുപോലെ ഒരു സർക്കിളാണ് കിട്ടുക. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.